ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പ്രഹരത്തെക്കാൾ വലിയ പ്രഹരമാണ് മോദിക്ക് സർക്കാർ രൂപീകരണ സമയത്ത് കിട്ടിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് പ്രധാനമന്ത്രിമാരുടെ ഭൂരിപക്ഷ ശതമാനം താരതമ്യം ചെയ്യുമ്പോൾ പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. 3.49% മോദിയുടെ ഭൂരിപക്ഷം. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മത്സരിച്ച് നേരിട്ട ഇന്ദിരാഗാന്ധിയാണ് ഈ പട്ടികയിൽ ഏറ്റവും അവസാനത്തെ കണ്ണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലത്തിൽ കീഴിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും മോദിക്ക് വോട്ട് കുറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചതും OBC SC വോട്ടുകൾ വലിയൊരു ഭാഗം കോൺഗ്രസ് SP സഖ്യത്തിന് അനുകൂലമായതെല്ലാം ഇതിന് കാരണമായി. 3ാം വട്ടവും സർക്കാർ രൂപീകരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞാലും അടിസ്ഥാനപരമായി 3-1 മോദി സർക്കാർ മാത്രമായിരിക്കും നിലയിൽ വരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 278 സീറ്റിന്റെ കേവല ഭൂരിപക്ഷം എന്ന കടമ്പ BJPക്ക് കടക്കാനാവാതെ വന്നതോടെ സഖ്യകക്ഷികൾ പിന്തുണ അനിവാര്യമായിരിക്കുന്നത്. തുടർച്ചയായ 2 തവണ അധികാരത്തിൽ വന്ന BJPയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത്. മോദിയുടെ കൈക്കുള്ളിൽ ഒന്നും ഒതുങ്ങുന്നില്ല എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന് സഖ്യകക്ഷികളായ JDU, DDP എന്നിവരുമായി ചർച്ചകൾ നടത്തി വരികയാണ് BJP. ഇപ്പോൾ സ്വപ്ന പദ്ധതി, അഗ്നിവീർ പിൻവലിക്കുക, ജാതി സെൻസസ് നടപ്പാക്കി തുടങ്ങിയ BJPക്ക് അംഗീകരിക്കാനാവാത്ത ആവശ്യങ്ങളാണ് തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഭരണം തുടങ്ങണമെങ്കിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ സമവായത്തിലെത്തുകയോ വേണമെന്ന ഗതികേടിലാണ് ഇപ്പോൾ BJP. ഹിന്ദുത്വ അജണ്ടയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കുന്നതിനാൽ BJPയും സംഘപരിവാരും ജാതി സെൻസസിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. സൈന്യത്തിൽ സ്ഥിരം നിയമനം 25% വെട്ടിക്കുറച്ച് അഗ്നിപത് പദ്ധതി കഴിഞ്ഞ NDA സർക്കാരിന്റെ പ്രധാന പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്നതും BJPയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന്റെ പേരിൽ രൂക്ഷ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന മുന്നോട്ട് വന്നിരിക്കുന്നത്. BJPയുടെ സുപ്രധാന വകുപ്പുകൾ ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ സ്വന്തം കൈക്കുള്ളിൽ ഭദ്രമാക്കി വെക്കുമെന്ന് കരുതിയ പല വകുപ്പുകളും ഇപ്പോൾ മോദിക്ക് കൈവിട്ടുപോയി. NDA ഘടകകക്ഷികൾ പ്രധാന മന്ത്രിസ്ഥാനങ്ങളായി പിടിമുറുക്കിയതോടെ ആഭ്യന്തരം, പ്രതിരോധം, ധനം, വിദേശകാര്യ വകുപ്പുകൾ സ്വന്തം നിയന്ത്രണത്തിൽ നിന്ന് നിലനിർത്താൻ പാടുപെട്ട് BJP. അതേസമയം റെയിൽവേ വകുപ്പ് വേണമെന്ന് ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് JDU. ബീഹാറിന് പ്രത്യേക പാക്കേജ് എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. TTP 4 മന്ത്രിമാരും സ്പീക്കർ സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മന്ത്രിസ്ഥാനമാണ് JDUവിന്റെ ലിസ്റ്റിൽ. അഗ്നിവീർ പദ്ധതി കുറിച്ചുള്ള ചർച്ചയും JDU ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ മുതിർന്ന BJP നേതാക്കൾ വ്യാഴാഴ്ച പാർട്ടി പ്രസിഡന്റ് JP നദ്ദയുടെ വസതിയിൽ യോഗം ചേർന്നിട്ടുണ്ട്. സഖ്യകക്ഷികളുടെ ആവശ്യം ശക്തമായതോടെ നരേന്ദ്രമോദി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാൻ BJPക്ക് നിർബന്ധമായിരിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.